വരക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഏതൊക്കെയാണെന്ന് നമ്മളെ ഫോളോവേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയുള്ള വീഡിയോ നമ്മളെ മെയിനായിട്ട് നമ്മളെ മാസ്റ്റർ പീസ് ഇതാണ്. ഇതിലിങ്ങനെ അസ്സലാമു അലൈക്കും. പിന്നെ ഇതൊരു ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണ്. എൻ്റെ അറിവിൽ എൻ്റെ ഫോളോവേഴ്സിന്, എൻ്റെ പെയിൻറ്റർമാർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണ ഞാൻ വരക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഏതാണെന്നുള്ളത്. ഇതാണ് നമ്മളെ മാസ്റ്റർ പീസ്. കണ്ടില്ല നിങ്ങൾ ഇതിൻ്റെ കോലം. പിന്നെ ഇതൊന്ന്, പിന്നെ ഇതൊന്ന്, പിന്നെ ഇതൊന്ന്, പിന്നെ നമ്മളെ കോട്ടൺ പേസ്റ്റ്. കോട്ടൺ പേസ്റ്റ് പറഞ്ഞാൽ അത് പെയിൻറ്റും കടി പോയ കുട്ടികൾ പെയിൻറ്റർമാർക്ക് അറിയാം. കോട്ടൺ ഒരു വേസ്റ്റാണ്. ഇത് നമ്മളെ ഫോളോവേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയുള്ള വീഡിയോ നമ്മളെ മെയിനായിട്ട് നമ്മളെ മാസ്റ്റർ പീസ് ഇതാണ്. ഇതിലിങ്ങനെ ഇത് ഒരു 2.3 ഇഞ്ച് ഇതിലൊരു ഫ്ലാറ്റ് ബ്രഷാണ്. അത് കോലത്തിൽ അത് നമുക്ക് പുതിയ ബ്രഷ് വേണമെന്നില്ല, അത് കേടുന്ന ബ്രഷായാലും മതി. പിന്നെ മെയിൻ ഇത്, പിന്നത് ഇതുകൊണ്ട് തന്നെ നമ്മൾ വരക്കലും തട്ടലൊക്കെ അത് വരക്കുന്ന ആൾക്കാർക്ക് ഓരോ പെയിൻറ്റിങ്ങാർക്കും ഇത് ആൾക്കാരൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളെ വരക്കാൻ ഉപയോഗിക്കുന്ന ഓരോ ബ്രഷുകൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലിന് ഫോളോ ചെയ്യുക. ചാനൽ ഫോളോ ചെയ്യാത്തവരാണ് ചാനൽ ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ എൻ്റെ അറിവ്, എന്നെക്കൊണ്ട് കഴിയുന്ന അറിവ് ഞാൻ എൻ്റെ ഫോളോവേഴ്സിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഞാനത് തീർച്ചയായും ഞാൻ വീഡിയോസുമായി ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ നെഗറ്റീവുകൾ കുറേ ഉണ്ടാവും. നെഗറ്റീവ് നമുക്ക് സന്തോഷം എന്തരോ, നെഗറ്റീവ് അടിക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളിങ്ങനെ ഉയർച്ചയിലേക്ക് ഉള്ളൂ. ഞാൻ ഒന്നുമല്ലാത്ത എന്നെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഈ പെയിൻറ്റിങ് ഡ്രസ്സും ഈ സോഷ്യൽ മീഡിയ 4 ആളെ അറിയാൻ കാരണം ഈ ബ്രഷും ഈ പെയിൻ്റായ ഡ്രസ്സുമാണ്. ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ 62,000 ഫോളോവേഴ്സ് കഴിഞ്ഞു, ഫേസ്ബുക്കിൽ 87,000 കഴിഞ്ഞു, യൂട്യൂബിൽ 5,000 സബ്സ്ക്രൈബർ കഴിഞ്ഞു. യൂട്യൂബ് തുടങ്ങിയിട്ടുള്ളൂ. വളരെ സന്തോഷം. അപ്പോൾ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു ഫാനിൻ്റെ തലഭാഗം സിമ്പിളായിട്ട് വരക്കാനുള്ള ഒരു വീഡിയോസാണ്. വീഡിയോ ഭാഗം എങ്ങനെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നുള്ളൊരു ഗൈസാണ്. അപ്പോൾ നോക്കൂ, ആദ്യം ഇങ്ങനെ സി ഇടുക. സി പോലെ സീന് പിന്നെ എല്ലാവർക്കും ഇടാറുണ്ടല്ലേ. കണ്ടില്ല നിങ്ങൾ, ക്യാമറ ഞാൻ തന്നെ പിടിക്കണേ, കണ്ടില്ലേ. സി ഇട്ട് സി ഇത് പെട്ടെന്ന് ചെയ്യട്ടെ, അതാർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാതലാണ്. എന്നിട്ട് എങ്ങനെ ഉറപ്പണിലൊക്കെ ഒന്ന് കുത്തി ഒന്നിങ്ങനെ ആക്കി ഒന്ന് കൂട്ടിലൊക്കെ ഒന്ന് കുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരിക. ഇവിടുന്ന് കണ്ടില്ല, ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക, ഇങ്ങനെ കൊണ്ടുവരിക. അതേമാതിരി ഈ പൊസിഷനിലും ഞാൻ ബ്രഷ് വെക്കണം വേണ്ടില്ല ഞങ്ങൾ ഈ പൊസിഷനിലും ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതേമാതിരി ഇങ്ങോട്ടും കൊണ്ടുവരിക. ഇതേമാതിരി ഇങ്ങോട്ടും ഇങ്ങനെ ആക്കുക. ഇങ്ങനെ കണ്ടില്ലേ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ശരി കേട്ടോ. അതേമാതിരി ഇതാ ക്യാമറ ഞാൻ തന്നെ എടുക്കണേ, ഇതൊക്കെ ഉണ്ടാവും കണ്ടില്ലേ. ഇപ്പോൾ എടുത്തില്ല ഞങ്ങൾ എന്താ ഇവിടെ ലെവലാക്കുക. അതേപോലെ ഇവിടെ ലെവലാക്കുക കണ്ടില്ലേ. ഇനി ഇങ്ങനെ തട്ടി കൊടുക്കുക. തട്ടുമ്പോൾ കണ്ടില്ല ഞങ്ങൾ, തട്ടുമ്പോൾ അങ്ങനെ ക്യാമറ കാണില്ല, ഞാൻ തന്നെ എടുക്കുന്നവരെ കൊണ്ട് പ്രശ്നം കണ്ടില്ല ഞങ്ങൾ. തട്ടുമ്പോൾ ഇങ്ങനെ അതിങ്ങനെ ഒരു ലയിച്ച് പോയില്ലേ. എന്നിട്ട് പിന്നെ വേണം ഈ ബ്രഷ് കൊണ്ട് ഒന്ന് ഇതേമാതിരി രണ്ടാമൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, രണ്ടാമങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷിൽ സി ഉൾട്ടിടുക. ഇത് കണ്ടില്ല നിങ്ങൾ, കണ്ടില്ലേ. അപ്പോൾ അത്ര പണിയുള്ളൂ. എന്നിട്ട് പിന്നെ ഇതേമാതിരി ഇതുകൊണ്ട് ഇങ്ങനെ തട്ടി കൊടുക്കുക മെല്ലെ. അത് അപ്പോൾ തട്ടാൻ പോയാട്ടാ. ഇതൊക്കെ ഇതൊന്ന് ഒരു ഉണങ്ങും. കണ്ടില്ലേ, സിമ്പിളായിട്ട് കണ്ടില്ലേ. അതുകൊണ്ട് സിമ്പിളായിട്ട് ആ തട്ടിയപ്പോൾ ഇങ്ങനെ പരന്ന് പോയി. നിങ്ങൾ ഇതേപോലെ നിങ്ങളും ചെയ്ത് പഠിക്കൂ. നിങ്ങൾക്കും ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കേട്ടോ. ഇത് നെഗറ്റീവൊന്നും വരണ്ട, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയാണ്. നിങ്ങൾ ചെയ്ത് ഇങ്ങനെ എക്സ്പീരിയൻസ് കിട്ടും.